ഹായ് ഓൾ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. മാഷാഅല്ലാ ഞാനും മിഷലോട് സുഖമായിട്ടിരിക്കണ്. അപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാനും മിഷലും ഇതേ ഒന്ന് ബീച്ചിലൊക്കെ കറങ്ങാൻ വേണ്ടി പോണേണ്. അപ്പോൾ അത് ലേറ്റായി പോയിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ലേറ്റായിപ്പോയി, എന്നാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ആയി ബീച്ചിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇത് ന്യൂ ഇയറിന് മുമ്പുള്ളത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ അപ്പോൾ പോയ സമയത്തുള്ള വീഡിയോ ആണിത്. കാരണം ഇപ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ വ്യൂവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു പോകണോണ്ടേ എനിക്ക് മടി. എനിക്ക് യൂട്യൂബ് വീഡിയോ എടുക്കാൻ അതിനനുസരിച്ച് എൻ്റെ വാച്ച് ഹവേഴ്സും കുറഞ്ഞു പോകുന്നുണ്ട്, എൻ്റെ സബ്സ്ക്രൈബറും കുറഞ്ഞു പോകുന്നുണ്ട്. ഇനി ഇടാൻ ശ്രമിക്കണം. ഇനി ഇപ്പോൾ 2025 ഇപ്പോൾ തുടങ്ങി എനിക്കൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതേ ബീച്ചിലെത്തിയതേ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ കടലൊക്കെ അവിടെ കുറച്ച് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് എങ്ങനെ ചുമ്മാ അവിടെ ഒന്നും ഇരിക്കണില്ല കേട്ടോ. ചുമ്മാ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ വെളിയിലേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. നമ്മൾ ട്രീ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടക്കണേണ്. ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ, കാരണം കുറേ ആയി ഞാൻ ബീച്ചിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ ഇഷലിൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയും ഇനി നമുക്ക് എല്ലാ ഞായറാഴ്ച ഒന്ന് ബീച്ചിലൊക്കെ വരാം. കാരണം തിങ്കളാഴ്ച ശനിയാഴ്ച വരെ ഓഫീസ് ഉണ്ടാവും, പോവും വരും, വർക്ക് തന്നെ ചെയ്യും. ഇത് തന്നെയാണ് ഡെയിലി നമ്മുടെ റൂട്ടീൻ. അപ്പോൾ അവിടെ അടുത്തൊരു കടയുണ്ടായിരുന്നു കേട്ടോ. ഒരു കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടൊക്കെ കൊതി വരണം. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കൊതി വരുമല്ലോ. ഞാനങ്ങനെ അധികമൊന്നും മേടിക്കാറില്ല കേട്ടോ. ശരി, ഇങ്ങനെ ഓരോന്ന് പറയും അത് മേടിച്ചത് ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ മേടിച്ചെടുക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്താ വേണ്ടാന്ന് വെച്ച് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ നോക്കണേണ്. അപ്പോൾ ഇത് ബുഷുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. പല വെറൈറ്റി ബുഷുകളൊക്കെ ആയിരുന്നു. പിന്നെ ദേഷ്യലിന് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് എടുത്തു കൊടുത്തിട്ടാ. ഇത് കുഞ്ഞു ക്ലിപ്പ് ഇപ്പോഴത്തെ മോഡലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ഞാനപ്പോൾ കുറച്ച് വീഡിയോ ആയിട്ട് ബഷീറുടെ വീഡിയോയിൽ മഷൂറ ഇപ്പോൾ വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ തുടങ്ങി ഞാൻ ആലോചിക്കും ഇങ്ങനത്തെ ഒരെണ്ണം മേടിക്കണമെന്ന്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു ക്ലിപ്പുകളുണ്ടായിരുന്നു. പിന്നെ അതേ നോക്കി ഒരു ബുഷ് ഉണ്ട്, മുല്ലപ്പൂ പോലത്തെ മുട്ട് പോലത്തെ ബുഷ്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ മുടി കുടുങ്ങും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല. അപ്പോൾ അതും സ്ലൈഡും മേടിച്ച് ഞാൻ ഇഷ്ടലിനപ്പോൾ വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞേ. അപ്പോൾ ഞാനും കൂടെ ഇറങ്ങിയതാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഞാനും അങ്ങനെ ഇറങ്ങൂട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഇറങ്ങിയിരിക്കും. പക്ഷേ ഇപ്പം എന്താണല്ലോ ഒരു കൊള്ളില്ലാത്ത വെള്ളം പോലെയാണ് വന്നത്. ഇങ്ങനെ ഇതുണ്ട് പായൽ പോലത്തെ സാധനങ്ങളൊക്കെ വന്നത്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അതൊക്കെ കാലി വന്ന് അടിയണം. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടമില്ലാത്ത പോലെ. എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ച്. മുമ്പത്തെ പോലൊന്നും അറിയില്ല. ഇപ്പോൾ ബീച്ചൊന്നും ഇപ്പോൾ ഒരു രസമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ന്യൂ ഇയറിൻ്റെ ടൈമിനൊക്കെ ആകുമ്പോൾ ബീച്ചിലൊക്കെ കുറേ കച്ചവടക്കാരൊക്കെ അന്ന് ആ ടൈമിനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഒന്നും അങ്ങനെ അധികമൊന്നുമില്ല, കച്ചവടക്കാരൊന്നുമില്ല. ബീച്ചിലധികം ആൾക്കാരില്ല. എനിക്കാണ് കൂടുതലും ആൾക്കാർ പോണത് വെളിയിലേക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയാകുമ്പോഴത്തേക്കും നേരത്തെ എത്തണം, കാരണം തിരക്കാകുമ്പോഴത്തേക്കും വേഗം എത്തണമെന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങി, നേരത്തെ അവിടെ കണ്ടിട്ടൊന്ന് തിരിച്ചു പോകാൻ വിചാരിച്ച്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറിയ സമയത്ത് എനിക്ക് ഐസ്ക്രീം വേണം. ആദ്യം പറഞ്ഞു ഉപ്പിലിട്ടത് മതി എന്ന് പറഞ്ഞ്. പിന്നെ പറഞ്ഞു വേണ്ട എനിക്ക് ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് ഇവിടെ നിന്ന് എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തരാം, അവിടെ ചെന്നിട്ടൊരു ഐസ്ക്രീം മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ വരച്ചിട്ടുണ്ട് ആൾക്കാർ. നല്ല രസമുണ്ട് ഇങ്ങനെ ഓരോന്ന് വരച്ചതൊക്കെ. മുമ്പൊക്കെ ഇവിടെ നല്ല ഭംഗിക്ക് വരച്ചിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കായിരുന്നു. ഇപ്പോൾ ആരും കാണില്ല ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും. എനിക്കൊന്നും എടുക്കാൻ സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. ഞാൻ പിന്നെ അധികം ഫോട്ടോസൊന്നും ഇവിടെ നിന്നൊന്നും എടുത്തില്ല കേട്ടോ. മറ്റേത് ഞാൻ ഇഷൻ്റെ ഫോട്ടോസൊക്കെ കുറേ എടുക്കും. ഇപ്പോൾ എടുത്തത് ഇഷലിനും മടിയാണ് ഫോട്ടോസ് എടുക്കാൻ, അതുകൊണ്ട് എടുത്തില്ല. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് നടന്ന് നേരെ വെളിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വെളിയിൽ ഇപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് രാത്രി ടൈം ട്രീ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന സമയത്തായിരിക്കും എല്ലാവരും എത്തുന്നത്. അപ്പം ഞാനും ദേഷ്യലും ഇവിടെ നിന്ന് എത്തി. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ തന്നെ പറയുന്നുണ്ട് എന്തോ ലൈറ്റ് കത്തുന്ന സാധനം വേണം. അതൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോകുന്നത് തന്നെ. എനിക്ക് ലൈറ്റ് കത്തുന്ന സാധനം വേണം, എനിക്ക് എന്താണ് കുലുക്കി സർബത്ത് മേടിച്ച് തരണം, പൊരി മേടിച്ച് തരണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണത് അനീഷൽ. അങ്ങനത്തെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇതൊക്കെ രാത്രി ആകുമ്പോഴായിരിക്കും നല്ല ഭംഗി വേണത്. അപ്പോൾ ഇതാണ് കേട്ടോ മേടിച്ചു കൊടുത്തത്. ആദ്യം തൂവലിൻ്റെ പോലത്തെ മോഡൽ ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തപ്പോൾ അത് ഞാൻ പറഞ്ഞു തൂവൽ ചിലപ്പോൾ വിട്ടുപോകുമെന്ന് പറഞ്ഞത്. പിന്നെ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഇത് വേണ്ടാന്നുള്ളത് കുഞ്ഞു പിള്ളേർ വെക്കണ പോലെയായിരുന്നു. അപ്പോൾ കണ്ട തൂവലിൻ്റെ, പിന്നെ അതിൻ്റെ തൂവലൊക്കെ വിട്ടുപോരുമെന്ന് പറഞ്ഞ്. അപ്പോൾ മറ്റേ റോസാപ്പൂ പോലത്തെയാണ് മേടിച്ചത്. അപ്പോൾ ഇതാണ്ട് മേടിച്ചപ്പോൾ ഞാനും ഒന്ന് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് വെച്ച് നോക്കിയതാണ്. ഭംഗിയുണ്ടോ ഇല്ലെന്ന് അറിയണം. പിഷലോറ് നല്ല രസമുണ്ട്. ഇപ്പോൾ രാത്രി ആകുമ്പോഴായിട്ട് അതിൻ്റെ നല്ലതായ ഭംഗി വരുള്ളൂ. കാരണം ലൈറ്റ് എത്തുമ്പോൾ പല ലൈറ്റുകൾ. ഇവിടത്തെ ഒത്തിരി കച്ചവടക്കാരുണ്ട് കേട്ടോ. മറ്റ് ബംഗാളികളായാലും കുഞ്ഞു പിള്ളേരൊക്കെ ബലൂണൊക്കെ ഇങ്ങനെ വിറ്റുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീ. ഇതാണ് ഇത് കത്തിക്കാണാനാണ് എല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തണത് തന്നെ. പിന്നെ എന്തോ DJ പരിപാടി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നണം. അവിടെ എല്ലാം സ്റ്റാർട്ടാകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കുറേ കച്ചവടക്കാർ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കാണാൻ വെച്ചപ്പോൾ ബോംബെ ഫാഷൻ കമ്മലൊക്കെ കണ്ടിട്ട് ഞാൻ അടുത്തേക്ക് പോയതാണ്. പക്ഷെ അടുക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര റേറ്റ്.
ഓരോരുത്തർ ചീത്തയും പറഞ്ഞിട്ടൊക്കെ പോകണ്ടിട്ട് എന്ത് റേറ്റാണ് ഈ റേറ്റ് ഇല്ലല്ലോ എന്താണെന്ന് പറഞ്ഞ് കുറേയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് നോക്കി. പക്ഷേ വിലയൊക്കെ കണ്ടപ്പോൾ ഞാൻ മേടിച്ചില്ല കേട്ടോ, ഭയങ്കര റേറ്റ് ആയതുകൊണ്ട്. ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് ചുറ്റി ഇങ്ങനെ കറങ്ങി. പിന്നെ അതേ ഇവിടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ അതേ നമ്മുടെ കൊന്ത, ഹിന്ദുക്കളുടെ ഐറ്റംസ്, ക്രിസ്ത്യൻ മാലയൊക്കെ പോലത്തില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ഐസ്ക്രീം കടകളുണ്ട് കേട്ടോ. ഇത്ര ആൾക്കാരുണ്ട്. ഇനി രാത്രി ആകുമ്പോൾ ഇതിലും കൂടും കേട്ടോ, കാരണം ആ ലൈറ്റ് കത്തിക്കഴിയുമ്പോൾ ഇതിലും ആൾക്കാർ കൂടും. അത് കാണാനാണ് ഒത്തിരി പേര് ഇവിടെ വരുന്നത്. പല സ്ഥലത്തുനിന്നും പല ഇവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് തന്നെ. രാജ്യം വന്നിട്ടോ മാറിപ്പോയി, പല സ്ഥലത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ ദേ ഒരു കുഞ്ഞു പപ്പാനിയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇശലത്തെ അത് തലയിൽ വെച്ചുകൊണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ രാത്രി ആകുമ്പോൾ ലേറ്റ് എത്തിക്കാമെന്നും പറഞ്ഞിട്ടൊക്കെ അവൾ പറയണമായിരുന്നു. അപ്പോൾ ഇശലത്തെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവൾ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പോസ് ചെയ്ത് കാണിച്ച് തന്നെയാണ് ആ കാണുന്ന തമ്മനയിൽ കൊടുക്കാറുണ്ട്. പിന്നെ അവിടുന്ന് ഇതൊരു സാധനം മേടിച്ച്, എന്താണെന്നറിയില്ല, പുഴുങ്ങിയ കടലയും പച്ചക്കറിയൊക്കെ ഇട്ട് മിക്സാക്കിയൊരു സാധനം കേട്ടോ. കോൺഫ്ലെക്സ് ഒക്കെ മിക്സാക്കി ഫസ്റ്റ് ടൈമായിട്ട് മേടിക്കണം. അപ്പോൾ ഈശ്വരോട് നമ്മൾ ആദ്യം ഇതൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഉമ്മി, അപ്പോൾ ഇതൊക്കെ ഒന്ന് മേടിച്ച് നോക്കാം, ടേസ്റ്റൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മളവിടെ നിലത്തിങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ ഈശ്വരം കൂടെ നിലത്തിങ്ങനെ ഇരുന്ന്. അപ്പോൾ അവിടെ ഇത് വിൽക്കണ ആൾക്കാരൊക്കെ ഇത് കാണിച്ച് തന്നെയാണ് എങ്ങനെയാണ്. അപ്പോൾ കണ്ടില്ല ലൈറ്റ് കത്തട രാത്രി ആകുമ്പോൾ കണ്ട ആ ലൈറ്റിൻ്റെ ഭംഗി തന്നെ ഉണ്ട്. അപ്പോൾ ഞാനും ഈശ്വരം അവിടെ നിലത്തിരുന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതവിടെ പിന്നെ ഇനി ആ ലൈറ്റ് കത്തണതാണ്. ആൾക്കാരവിടെ നിൽക്കണുണ്ട്, എല്ലാവരും വീഡിയോ ഫോണും പിടിച്ചാൽ നിൽക്കണുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ശ്രദ്ധ മാറിപ്പോഴത്തേക്ക് അവർ ലൈറ്റ് ഇടൽ കഴിഞ്ഞ്. അപ്പോൾ കണ്ടില്ല ലൈറ്റ് ഇട്ടിട്ട് എന്ത് രസമാണ് കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇപ്രാവശ്യത്തതും കൊള്ളാം, എല്ലാ പ്രാവശ്യത്തും കൊള്ളാട്ടോ, നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ നേരിട്ട് തന്നെ വന്ന് കാണണം, ഇങ്ങനെ കാണുമ്പോൾ അല്ല, നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി എന്താണെന്ന് നമുക്കറിയണത്. അപ്പോൾ ഞങ്ങളെന്തായാലും പതിയെ അവിടെ നിന്ന് എണീറ്റ് അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു, ഫുള്ളൊന്ന് ചുറ്റും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് വേഗം മാറ്റിയിട്ടാ, അതായത് ഞാനിപ്പോൾ ഇതൊക്കെ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞു ഓഫീസിലൊക്കെ പോയി തിരിച്ച് വന്നപ്പോൾ സാധാരണ ഇതൊരു 10 ദിവസമൊക്കെ എങ്കിലും ട്രീ അങ്ങനെ അവർ വെക്കാറുണ്ട്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ അവരൊരു 3-ാം തീയതി ആകുമ്പോഴത്തേക്കും അവരവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം മാറ്റിയെന്ന് തോന്നണം. കാരണം ഒരാൾ പോലും ഒരു കച്ചവടക്കാർ പോലും ഇല്ല ഇപ്പോൾ അവിടെ. അപ്പോൾ അതിൻ്റെ ട്രീൻ്റെ അടിയിൽ ഞാൻ വന്നിട്ട് ഫുൾ വീഡിയോ എടുക്കണം. നല്ല രസമുണ്ടായിരുന്നു, നല്ല നീലമയം, നല്ല ബ്ലൂ കളറായിരുന്നു ഫുൾ, നല്ലൊരു രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുള്ളും ഇങ്ങനെ ചുറ്റും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്രാവശ്യം 2 പപ്പാനിനെ ഒന്നും കത്തിച്ചില്ല കേട്ടോ, ഒരു പപ്പാനിനെയാണ് ഇവിടെ കത്തിച്ചുള്ളൂ. ഇവിടുത്തെ ഒരു പപ്പാനെ ആദ്യമായിട്ടാന്ന് തോന്നുന്നു നമ്മുടെ പരേഡിൽ ഒരു പപ്പാനെ കത്തിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എന്തോ പരിപാടിയൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതും ചെറുതായിട്ട് വീഡിയോ എടുത്ത്. അപ്പോൾ ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇത് ലൈറ്റ് ഇടുമ്പോഴാണ് അറിയണത്. ഇതൊക്കെ ഫോട്ടോഷൂട്ടിനുള്ള സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരോടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 പപ്പാനികളും നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാനും വിഷയം ഇങ്ങനെ പതിയെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു, കാരണം തിരക്ക് വരാൻ തുടങ്ങി. അപ്പോൾ തിരക്ക് വരുന്നതിന് മുമ്പ് ഞാനും വിഷയം നേരത്തെ എല്ലാം കണ്ടല്ലോ, അപ്പോൾ വീട്ടിലെത്താമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോണ വഴിക്ക് ഇതൊക്കെ ചുറ്റും എഴുകണം. അപ്പോൾ ഇവിടെ നിന്ന് ഓരോരുത്തരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരുടെ തലയിലും മറ്റേലും ഇത് കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി പോകണം. പലരിലും തൂവലിൻ്റെ ഉണ്ട്, പലത് റോസാപ്പും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചങ്ങോട്ട് ഞങ്ങൾ പോണേണ് വീട്ടിലേക്ക്. അപ്പോൾ ഇപ്രാവശ്യം ഈ ഒരു പപ്പാനിനായിട്ട് ഇവിടെ കത്തിച്ചത്, വെളിയിലാണ് കത്തിച്ചത്, പരടിയിൽ കത്തിച്ചില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളത് തിരിച്ച് ഇതൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോണേണ്. അപ്പോൾ ഇശലിന് കുലുക്കി സർബത്ത് വേണമെന്ന് പറഞ്ഞ്, അപ്പം പൈനാപ്പിൾ ഫ്ലേവറൊക്കെ വെച്ച് കുലുക്കി സർബത്തൊക്കെ കുടിക്കണതാണ്. അപ്പോൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് ഇനി പോണേണ്. ഇനിയും വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, കാരണം എപ്പോഴും ഞാനിങ്ങനെ ജോലിക്ക് പോകുന്നതുകൊണ്ട് അടുക്കള ആയിരിക്കുമല്ലോ കാണിക്കണത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, എനിക്ക് ഇവിടെ നിന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ രാവിലെ ഓഫീസിൽ പോവാം, അടുക്കളയിൽ ജോലി, അപ്പോൾ എല്ലാവർക്കും അടുക്കുമല്ലോ. എല്ലാവരും വിചാരിക്കും എപ്പോഴും ഈ അടുക്കള ജോലി മാത്രമുള്ളൂ കാണിക്കുന്നത്, അടുക്കള മാത്രം കാണിക്കണമെന്ന്. ഞാൻ പുറത്തങ്ങനെ പോവാറൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടിട്ടാണ് ഞാൻ പുറത്തൊക്കെ പോകണമെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോസൊക്കെ ഇട്ടേനാ. അപ്പോൾ ഞാനും ഇഷ്ടം അവിടെ നിന്ന് പോണേണ്. അപ്പോൾ ആദ്യത്തേക്ക് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ വീഡിയോസ് ഇടാനും വേണ്ടി ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.